IFPHയുടെ എല്ലാ അംഗങ്ങളുടെയും സഹായത്തോടുകൂടി അനുവാദത്തോടുകൂടി ഞാൻ അങ്ങേ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഏറെ കാലമായിട്ട് അങ്ങേ ആഗ്രഹിക്കുകയായിരുന്നു ഒരു മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ. ഇന്ന് യാദൃച്ഛ്യമായിട്ട് ആണ് ഡോക്ടർ മാലതി, ഹോമിയോ കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത മാലതിയെ വിളിച്ചിട്ട് സാറിൻ്റെ നമ്പർ വാങ്ങിയത്. ഏതായാലും സാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മല കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അത് മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള കോട്ടേജുകൾ ഉണ്ടാക്കുക, ഫുള്ളായിട്ട് ആ ഏരിയയിൽ പ്രകൃതിദത്ത മാർഗത്തിലൂടെ ഔഷധ മരങ്ങൾ ഉൾപ്പെടെ വൃക്ഷലതാദികളെ സംരക്ഷിച്ചുകൊണ്ട് ആ ആവാസ കേന്ദ്രം ഒരു നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു കേന്ദ്രം. സാറ് ഇപ്പോൾ പല രീതിയിൽ സാറ് നേരിട്ടത് പറയും. അതുപോലെ തന്നെ പല രീതിയിലും ഒരു രോഗത്തിന് അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് മാറാതിരുന്നിട്ട് അവസാനം ഹോമിയോപ്പതിയിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം അങ്ങ് ഞങ്ങളോട് പറയും. തീർച്ചയായിട്ടും ഒരു ജൈവ കർഷകനായിട്ട് മാറി കാർഷിക വൃത്തി എങ്ങനെയായിരിക്കണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ വളരെ വിദഗ്ധമായിട്ടാണല്ലോ അങ്ങ് മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ക്ലാസ് എടുക്കുന്നതും ഞങ്ങൾക്ക് ഉപദേശം തരുന്നതൊക്കെ. തീർച്ചയായിട്ടും അങ്ങയുടെ അനുഭവം ഈ വേദിയിലേക്ക് പങ്കുവെക്കുകയും ഞങ്ങൾ ഒന്നുകൂടെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒരു ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് ആഹ്വാനം തരാൻ വേണ്ടി അങ്ങയെ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ മെമ്പർമാരെയും. ഓക്കെ സാർ, പ്ലീസ് കം. ഹലോ. നമസ്കാരം സാർ. ഹലോ. നമസ്കാരം. കേൾക്കാം. ഹലോ. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഓക്കെ സാർ. ക്യാമറ ഓൺ അല്ലേ സാർ? പ്ലീസ്. ഓക്കെ സാർ. ക്യാമറ ഓൺ നോക്കാം. ഹലോ. സാർ കിട്ടിയല്ലോ. എന്റെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്താൽ മതിയല്ലോ. മതി. സാറിന്റെ അടുത്ത പ്രോഗ്രാമും കേൾക്കട്ടെ. സാർ, ഞാൻ ഒരു നാച്ചുറൽ ഫാർമറാണ്. അതാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മള് ചീക്കിലൂടെ നമ്മളൊരു ഫാമുണ്ട്, അവിടെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ കർണാടകത്തിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോമിയോപ്പതിയായിട്ട് എനിക്കുള്ള ബന്ധം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ബ്രാഞ്ചസ് ഓഫ് മെഡിസിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പല മേഖലയിലും നമ്മൾ ഗവേഷണ രംഗത്ത് പിന്നിലായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ എൻ്റെ തന്നെ അഭിപ്രായം, ഐ ആം 72 years of age. ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് 4-5 തവണ പല അസുഖങ്ങൾക്കുമായിട്ട് ഞാൻ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് ഏറ്റവും 73 മുതൽ 73 എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ജോണ്ടിസ് ആയിരുന്നു. മെഡിക്കൽ കോളേജിലെ പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത്. പക്ഷെ ആ അവസരത്തിലും അദ്ദേഹം, ഞാൻ ചോദിച്ചു മെഡിക്കൽ കോളേജിൽ ഞാൻ പോയി അഡ്മിറ്റ് ആവട്ടെ, അദ്ദേഹം പറഞ്ഞത് വേണ്ടെന്നാണ്. അപ്പോ അദ്ദേഹം തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി, അതോടൊപ്പം കീഴാർനെല്ലി എന്ന ഒരു ഹെർബൽ മെഡിസിനും കൂടി ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അത് വളരെ ഗുരുതരമായി അവസ്ഥ. ഇത് ഞാൻ ചെയ്തിട്ട് അപ്പോൾ ഞാനൊരു സ്റ്റഡി ലീവ് ആയിരുന്നു എൻ്റെ PG ക്ലാസ്സിൽ. പക്ഷെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് എൻ്റെ ആരോഗ്യം പൂർണ്ണമായും നശിച്ചു എന്ന് പറയാം. എനിക്ക് തിരിച്ച് വീട്ടിലെത്താൻ, കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിൽ കുറ്റ്യാടി എത്താൻ ബുദ്ധിമുട്ടായി. പക്ഷെ ആ പോകുന്ന വഴിക്ക് ആ ഒരു ഹെർബൽ മെഡിസിൻ ഒരു വളരെ പ്രായമുള്ള ഒരു മുത്തശ്ശി അരച്ചു വെച്ച ഒരു ഗുളികയും വാങ്ങിയിട്ടാ പോയത്. ഒരു 1-2 ഡോസ് കൊണ്ട് തന്നെ മിക്കവാറും എൻ്റെ ജോർഡിസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് വളരെ അധികം ഗുരുതരമായൊരവസ്ഥയിലെത്തിയിരുന്നു. നടക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നും വയ്യാത്തൊരു സ്റ്റേജായി. അത് ഞാൻ ഹെർബൽ മെഡിസിനാണ് അന്ന് തന്നെ രക്ഷിച്ചത്. പക്ഷെ ആ രംഗത്തൊന്നും കാര്യമായ ഗവേഷണം
നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. പിന്നീട് എനിക്ക് ഒരു അവസരത്തിൽ ഒരു ചെറിയ പനി വന്നു. എനിക്ക് അടിയന്തരമായിട്ടും 2 ദിവസം കൊണ്ട് ഇതിനകത്ത് രക്ഷപ്പെടണമായിട്ട് ഡ്യൂട്ടിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ 15ഓളം ദിവസം എൻ്റെ പനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അന്ന് കോഴിക്കോട് നഗരത്തിൽ കിട്ടാവുന്ന മിക്കവാറും ഡോക്ടർമാരെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വന്ന് എന്നെ പരിശോധിക്കേണ്ടായി. പക്ഷെ പനിയിൽ നിന്ന് എനിക്ക് ഒരു വിധത്തിലും ഒരു മാറ്റമില്ല. അവസാനം എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു MD ഉള്ള ഡോക്ടർ, അദ്ദേഹം എനിക്ക് ടൈഫോയിഡിന്റെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ എനിക്ക് പിടികിട്ടി ഈ ടൈഫോയിഡ് എനിക്ക് മുമ്പൊരിക്കൽ വന്നിരുന്നു. അതിന് മരുന്ന് കഴിച്ച അനുഭവം എനിക്കുണ്ട്. 2 കോഴ്സ് ടൈഫോയിഡിന്റെ മരുന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കഴിച്ചു. യാതൊരു വ്യത്യാസവും എൻ്റെ പനിക്കുണ്ടായില്ല. പക്ഷെ അന്ന് അതൊരു പ്രഗത്ഭനായ ഡോക്ടർ മെഡിക്കൽ കോളേജ്, അത് 1976 1976 2 കോഴ്സ് കഴിച്ചിട്ടും യാതൊരു മാറ്റവും. അപ്പോ എന്നെ പ്രധാന ഡോക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ എനിക്ക് പ്രധാന ഡോക്ടർ അന്ന് ലീവിലായിരുന്നു. അതുകൊണ്ട് 3ാമത്തെ കോഴ്സും എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു, ടൈഫോയിഡിന്റെ 3ാമത്തെ കോഴ്സ്. ഇതൊന്നും താങ്ങാനുള്ള ആരോഗ്യം ഒന്നും ഇല്ല എനിക്ക്. നെക്സ്റ്റ് ഡേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ മേജർ പ്രൊഫസർ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇവന് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, സ്റ്റോപ്പ് ഇറ്റ് എന്നാ പറഞ്ഞു. എല്ലാ മെഡിസിനും നിർത്താനാണ്. അതൊരു ഭയങ്കര തീരുമാനമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ മെഡിസിനും നിർത്തിയിട്ട് വാക്സിൻ മാത്രമേ പറഞ്ഞു. 2 ആഴ്ച ഞാൻ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കിടന്നു. എൻ്റെ പനി പൂർണ്ണമായും മാറി. അത് ഒന്ന് മെഡിസിൻ ഇല്ലാതെ മർമ്മം മാറും. എന്തോ എനിക്കറിയില്ല, അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ ഒരു പ്രധാനമായിട്ടും എനിക്കൊരിക്കൽ പനി വന്നു. അത് ഈ പറഞ്ഞ പോലെ 15 ദിവസം കഴിഞ്ഞിട്ട് പനിക്ക് യാതൊരു മാറ്റമില്ല. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് വീണ്ടും ടൈഫോയിഡിന്റെ മരുന്ന് തരും. അപ്പോൾ ഇത് എനിക്കറിയുന്ന മരുന്നാണ്. ഞാൻ മരുന്ന് വാങ്ങി. ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. മരുന്നൊട്ടും കഴിച്ചില്ല. നേരെ ഞാൻ അന്നത്തെ പ്രൊഫസർ പ്രകാശൻ സാർ, ഹോമിയോ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ. ഒറ്റ ഡോസ് മരുന്ന് നാവിൽ ഉറ്റിച്ച് തന്നെ ഞാൻ വീട്ടിലേക്ക് പോകും. അതോടെ പനി പൂർണ്ണമായും ഭേദമായി. പിന്നെ ഒരു മെഡിസിനും കഴിക്കേണ്ടി വന്നില്ല. അദ്ദേഹം നിന്ന് ഗുളിക തുറന്ന് കഴിച്ചുകൊണ്ടിരുന്നു, ഹോമിയോ മെഡിസിൻ. അങ്ങനെ എനിക്കത് ഈ അനുഭവമെല്ലാം പിന്നെ ഇങ്ങനെ 2 തവണ എനിക്ക് ഹോമിയോ മരുന്ന് നല്ല റിസൾട്ട് കിട്ടി. ഞാൻ പറയുന്നത് എല്ലാ മെഡിസിനും, ബ്രാഞ്ചസ് ഓഫ് മെഡിസിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ചില വ്യക്തികളെ സംബന്ധിച്ച്, ചില അസുഖങ്ങളെ സംബന്ധിച്ച്. ഈ ചിലത് നിസ്സാരമായിരിക്കാം, ചിലത് മരുന്നിന്റെ തന്നെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം. അസുഖങ്ങൾ ഭേദമാക്കുന്നതിൽ ഇതിന് പ്രധാന കഴിവുണ്ട്. ഹോമിയോ മെഡിസിൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളാണ്, ചിലവ് കുറഞ്ഞതാണ്, ആരും ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചറാണ് മരുന്ന്. അതുകൊണ്ട് തന്നെ അത് ആദ്യം പരീക്ഷിച്ച് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ മേജർ ട്രീറ്റ്മെന്റ് പലപ്പോഴും എടുത്താൽ മെഡിസിൻ തന്നെ നമുക്ക് റിയാക്ഷൻ വരും. അതേസമയം ഹോമിയോ മെഡിസിൻസിനൊന്നുമില്ല. ഇന്നിപ്പോൾ അലോപ്പതി മെഡിസിൻ കഴിഞ്ഞാൽ മിക്കവാറും ഗവേഷണം കൂടുതലായിട്ട് നടക്കുന്നത് ഹോമിയോ രംഗത്ത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് ആയുർവേദമുണ്ട്, ലാസ്റ്റിൽ വന്ന് ഹെർബൽ മെഡിസിൻസും നാട്ടുവൈദ്യങ്ങളും ഉണ്ടാവും. ഹോമിയോ മെഡിസിനെ സംബന്ധിച്ച് ഇപ്പോൾ വേൾഡ് ഓവർ ഗവേഷണങ്ങളുണ്ട്. അതിന് നല്ല റിസൾട്ടും ഒരു 90% ആളുകൾക്കും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാം. അതുകൊണ്ട് ഈ രംഗത്ത് കൂടുതൽ ഗവേഷണവും എന്താ പറയുക, അംഗീകാരവും ശ്രദ്ധയും നാം ആ രംഗത്ത് കൊടുക്കേണ്ടതുണ്ട്. ഗവേഷണം തന്നെ ബ്രാഞ്ചസ് ഓഫ് മെഡിസിനെ വേർതിരിച്ച് കാണുന്നതിൽ ഒരു അർത്ഥമില്ല. എല്ലാവർക്കും എല്ലാം പറ്റിക്കൊള്ളണമെന്നില്ല. എത്ര വിദഗ്ധ ചികിത്സയായാലും സ്ഥാപനങ്ങളായാലും. ഹോമിയോ മെഡിസിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചോളം നല്ല റിസൾട്ടാണ് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് പറയാം, നിസ്സാരമായ കൊറോണ, അതൊരു നിസ്സാര രോഗം തന്നെയാണ്, പക്ഷെ അത് മാരകമാണ്.
അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രംഗത്ത് എങ്കിലും ഇപ്പോഴെങ്കിലും നമ്മൾ വിവിധ ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ഇതിൽ പരീക്ഷിക്കുകയും ഗവേഷണം നടത്തുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത്. സാധാരണ നമുക്ക് ഈ ആരോഗ്യ പരിപാലനത്തിന് ശുദ്ധ ഭക്ഷണക്രമവും ഹോമിയോപ്പതിയും എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് സാർ പറഞ്ഞു തരാം. ഓക്കെ സാർ, ഓക്കെ. അതായത് മോഡേൺ മെഡിസിന്റെ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് സാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഫുഡ് ഈസ് യുവർ മെഡിസിൻ, എ ഡേ വിൽ കം യുവർ ഫുഡ് വിൽ ബി യുവർ മെഡിസിൻ. ഒരു ഇന്നത്തെ ഡയറ്റീഷ്യൻ നാളത്തെ ഡോക്ടറാവുന്ന പറയുന്നത്. അപ്പോൾ ഫുഡ് തന്നെയാണ് നമ്മളുടെ ജീവിതശൈലിയുടെയാണ്, ജീവിത രീതിയുടെയാണ്, ഫുഡിൻ്റെയാണ് ഈ രോഗങ്ങൾ അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും. അത് തന്നെ ഔഷധമായി നാം ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ആരോഗ്യത്തിന് ഗുണകരമാവുകയും ചെയ്യും. ഉദാഹരണം, മനുഷ്യനൊഴികെ നമ്മളെ ലോകത്തുള്ള ജീവജാലങ്ങൾ എല്ലാം പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം, പൂച്ച, നായ്ക്കള് ഇവയൊക്കെ അസുഖം വന്നാൽ ഏതെങ്കിലും പച്ചമരുന്ന്, പുല്ലോ എന്തെങ്കിലും കഴിച്ച് വിശ്രമിക്കുന്നതാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളാണ് വേവിച്ച ഭക്ഷണം കഴിക്കുന്നതാണ് ഒരു പ്രധാനം. മനുഷ്യൻ മാത്രമേ വേവിച്ച ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അവർക്ക് തന്നെ കാര്യമായ അസുഖങ്ങളുള്ളൂ. ഇപ്പോൾ കുഴിയാന മുതൽ ആന വരെ ജീവിക്കുന്നുണ്ട്. അവർ കാട്ടിലെയും പുഴയിലെയൊക്കെ വെള്ളം കുടിച്ച് കിട്ടുന്ന ചപ്പ് വിറകത്തുനിന്ന് സുഖമായി ജീവിക്കുന്നു. അവർക്ക് ക്യാൻസറോ പ്രമേഹമോ ഒന്നും കണ്ടുപിടിച്ചതായിട്ട് അറിവില്ല. അപ്പൊ നമ്മൾ പ്രധാനമായും 99% നമ്മൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഭക്ഷണം ശരിയായാൽ 99% നമ്മൾ ശരിയാവും ആരോഗ്യം. മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ഒരു പ്രകൃതിയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഭക്ഷണത്തിനായാലും അവർക്ക് അതിൻ്റെ മരുന്നും അറിയാം, നമുക്കറിയില്ല എന്നേ ഉള്ളൂ. നമുക്ക് അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ടും ജീവിത രീതി അറിയാത്തതുകൊണ്ടും നമ്മൾ, എന്നാലും നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാം, ജീവജാലങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നുണ്ടാവിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരം ഈ പച്ചിലകൾ തന്നെയാണ്. ആ പാരമ്പര്യം ഉപയോഗിച്ചാണ് നമ്മൾ ആയുർവേദവും പ്രകൃതി ചികിത്സയും അല്ലെങ്കിൽ ഹെർബൽ ട്രീറ്റ്മെന്റും എല്ലാം വരുന്നത്. ആ രംഗത്ത് ഗവേഷണം പോരാ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. ഓക്കെ ഓക്കെ ഈ ശുദ്ധ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ അത് സാർ കുറച്ചും കൂടെ ഒന്ന് വിശദമാക്കാമോ? ശുദ്ധ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ മിക്കവാറും പൊല്യൂട്ടഡ് ആണ്. വെള്ളവും വായുവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അതില്ലാത്ത, അപ്പോൾ രാസവളങ്ങളും കീടനാശിനികളും ഇല്ലാത്ത ഒരു പഴങ്ങളോ പച്ചക്കറികളോ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പറമ്പ് ഒരുപാട് വർഷം, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ച നമ്മുടെ ചെറുപ്പം 65 കാലത്ത് 1965 ഞാൻ എൻ്റെ തെങ്ങിനൊരു രാസവളം പ്രയോഗം നടത്തി. അത് നല്ല തെങ്ങ് വീടിൻ്റെ തൊട്ട് താഴെ ആണ്. അതിന് എപ്പോഴും ജലാംശവും വളവും കിട്ടുന്ന പ്രദേശമാണ്. ചെറിയ കായ്ച്ചു വരുന്ന തെങ്ങാണ്. ഞാൻ 2 കിലോ രാസവളം വാരി പൂച്ചി, ജ്യേഷ്ഠൻ കൊണ്ടുവച്ചതാണ്. ഞാൻ എൻ്റെ തെങ്ങല്ലെന്ന് വെച്ച് 2 കിലോ നല്ലോണം പൂച്ചി. അക്കൊല്ലം ആ തെങ്ങിന് നിറയെ കായുണ്ടായി. ആ പ്രദേശത്തെ വളം മുഴുവൻ അത് വലിച്ചെടുത്തു, കായുണ്ടായി. നെക്സ്റ്റ് ഇയർ മുതൽ അത് ഡീഗ്രേഡ് ചെയ്തു. അങ്ങനെ തെങ്ങ് നശിച്ചു പോയി എന്ന് തന്നെ പറയാം. അതാണ് എൻ്റെ ഒരു 65 കൊല്ലം അനുഭവം. എന്ന് പറഞ്ഞ ഇന്നിപ്പം നമ്മളെ കേരളത്തിൽ കാര്യമായ കൃഷിയില്ല. എന്നാലും ഉള്ളത് മുഴുവൻ രാസവള കൃഷിയാണ്, 99%. ഇതെല്ലാം ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ പൊള്യൂട്ടഡ് ആണ്. അതേസമയം അന്യ സംസ്ഥാനങ്ങൾ നമുക്ക് വേണ്ടി മാരമായ വിഷവും കീടനാശിനിയും അടിച്ചിട്ടാണ് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഈ ഇത്തരം രാസവസ്തുക്കളും കീടനാശിനികളും മാരകമായ കീടനാശിനികളും
അതിൽ കളനാശിനികൾ വരെ ഉണ്ട്. കളനാശിനികൾ എന്ന് പറഞ്ഞാൽ മാരകമായ വിഷമാണ്. ഉപയോഗിച്ചാണ് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അത് അതിൻ്റെ ആവശ്യമില്ല. പ്രകൃതി സൗഹൃദ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും മാത്രമാണ്. വളരെ കൃത്യമായി ഞാൻ അനുഭവിക്കുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണ്. നാടൻ പശുക്കളെയായി സെലക്ട് ചെയ്യുന്നുള്ളൂ. സങ്കരയിനം പശുക്കളുടെ ചാണകവും മൂത്രവും പോലും ഉപയോഗിക്കുന്നില്ല. ഈ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് സ്വല്പം പയറുപൊടിയും സ്വല്പം ശർക്കരയും ചേർത്ത ജീവാമൃതം എന്ന ഒരു കൾച്ചർ ഉണ്ടാക്കാം. അത് വളം അല്ല. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിലെ ധാരാളം കോടാനുകൂടി സൂക്ഷ്മാണുക്കളും ലക്ഷക്കണക്കിന് മണ്ണിരയും ഒരേക്കർ സ്ഥലത്തുണ്ടാവും. അവയാണ് മൂലകങ്ങളെ വലിച്ചെടുക്കാൻ പാകത്തിന് ചെടികൾക്ക് സഹായമാക്കുന്നു. അവയുടെ പ്രവർത്തനം കൊണ്ടാണ്. പിന്നെ ചപ്പുചവറുകൾ പുതയിടും. അതായത് മണ്ണിൽ എപ്പോഴും ഒരു അന്തരീക്ഷം നിലനിൽക്കും ഇവയ്ക്ക് ജീവിക്കാൻ. സൂക്ഷ്മാണുക്കൾക്കും മണ്ണരയ്ക്കും ജീവിക്കാനുള്ള ഒരു സൂക്ഷ്മ അന്തരീക്ഷം ഈ പുതയിടുന്നത് കൊണ്ടും ജീവാമൃതം പ്രയോഗിക്കുന്നതുകൊണ്ടും ഉണ്ടാവും. ചെടികൾ യാതൊരു കേടുകൂടും ഇല്ലാതെ വളരും. നല്ല ഫലങ്ങളാണ്. ഇപ്പൊ തക്കാളി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് വരെ കൂടുതൽ കിട്ടും. ഒരാഴ്ച 2 ആഴ്ച നമ്മൾ റൂമിൽ കൊണ്ടുപോയിട്ടാലും തക്കാളി കേടുവരില്ല. അപ്പോൾ ഏത് കൃഷിക്കും ഒന്ന് ഇത് തന്നെ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഏറ്റവും. ഏത് കൃഷിക്കും ഏത് കാലാവസ്ഥയിലും ഏത് തരം തോട്ടത്തിലും ഏത് വിളയ്ക്കും ഈ ചെറിയ പ്രയോഗങ്ങൾ കൊണ്ട് മാത്രം നല്ല വിളവുണ്ടാവും. ആവശ്യത്തിലധികമുള്ള വിളവ്, ആവറേജിൽ കൂടുതൽ വിളവ്. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ തരം വിഭവം കൃഷി ഉൽപ്പന്നങ്ങൾ. ഇപ്പം ധാന്യങ്ങളായാലും പയർവർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും പഴങ്ങളായാലും അവിടെ നമ്മൾ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് അത് വളരുന്ന മണ്ണിലാണ്. ആ മണ്ണിനെ സംരക്ഷിച്ച് നിർത്തിയാൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ വിളകളും ശരാശരിയിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവും, വില കൂടുതൽ കിട്ടും. കർഷകന് ചെലവ് തുച്ഛമാണ്. ഏത് കൃഷിക്കാൻ കൃഷി എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ പലപ്പോഴും നമ്മൾ ചെന്നെത്തുക അർത്ഥശൂന്യമായ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് കൃഷി എന്ന് ഒരു കൃഷിക്കാരനോട് ചോദിച്ചാൽ കൃഷിക്കാരന് പറയാൻ പറ്റില്ല. നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞന്മാരോ സർവകലാശാലകളോ കൃഷി എന്ന വാക്ക് നിർവചിച്ചിട്ടില്ല. ഒരു നിർവചനവും കൃഷിക്ക് കൊടുത്തിട്ടില്ല. എന്താണ് കൃഷി എന്ന് ചോദിച്ചാൽ ഇതുവരെ ആരും നിയന്ത്രിക്കണം. ഇപ്പോൾ നമ്മളെ ആഗോളതലത്തിൽ തന്നെ കൃഷി എന്ന വാക്ക് വാട്ട് ഈസ് അഗ്രികൾച്ചർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിർവചനം വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, സസ്യങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ സാംശീകരിക്കാൻ കഴിവുണ്ട്. സസ്യങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ സാംശീകരിക്കാൻ കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ചെടികൾ വളരുന്നതും ഫലങ്ങൾ നൽകുന്നതും. ഈ കഴിവ് ചെടികൾക്ക് മാത്രമേ ഉള്ളൂ, സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് സൂര്യപ്രകാശത്തെയും വായുവിനെയും അഗ്നിയെയും ഒന്നും സംശയിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. അത് മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ പഞ്ചഭൂതങ്ങളെ സംശീകരിക്കുക എന്ന് ചെടികൾക്കുള്ള കഴിവിനെയാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത്. അതാണ് കൃഷി. അത് നടത്തുന്നത് ആരാണ്? പ്രകൃതിയാണ്. അതുകൊണ്ടാണ് നമ്മളതിന് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. ചെടികൾ സ്വയം ഇതിനെ സംശീകരിക്കുന്നു. അവയ്ക്ക് വിത്തും ഫലങ്ങളും കായ്കളും ഒക്കെ ഉണ്ടാവും. അത് അടിച്ചു മാറ്റുക എന്നുള്ള ജോലിയേ ഉള്ളൂ മനുഷ്യന്. അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടാൻ കുറച്ച് മൂലകങ്ങൾ ചേർക്കുക, അതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പ്രകൃതി സൗഹൃദ കൃഷിയിൽ. സൂര്യപ്രകാശം വെറുതെ കിട്ടുന്നതാണ്, വായു വെറുതെ കിട്ടുന്നതാണ്, മഴ ജലം കിട്ടുന്നുണ്ട്. ഇതെല്ലാം പഞ്ചഭൂതങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് ചെടികൾ സ്വയമേവ സാംശീകരിച്ചോളും, ഫലങ്ങൾ ഉണ്ടായിക്കോളും. അതിന് വിഘ്നം വരുന്ന, തടസ്സം വരുന്ന പ്രവൃത്തികൾ ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ കൃഷിക്കാരനാരാണ്? പ്രകൃതിയാണ്. നാട്ടിൽ നമ്മൾ വിളവെക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫോറസ്റ്റിൽ നടക്കില്ലേ? ഫോറസ്റ്റിലാരും ഉഴുതു മറിക്കുന്നില്ല,
കളനാശിനി ഉപയോഗിക്കുന്നില്ല, കള പറിക്കുന്നില്ല, ജലസേചനം നടക്കുന്നില്ല. അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് വേണേൽ പറയാം നമ്മുടെ മോഡേൺ ടേംസിൽ. അവിടെ വിത്ത് വീഴും, പൊടിക്കുന്നു, അത് വളരുന്നു, ഫലങ്ങൾ തരുന്നു, നശിക്കുന്നു. അത് അവിടെ ജൈവ വ്യവസ്ഥ നിലനിൽക്കുന്നു, അടുത്ത ചെടി വളരുന്നു. നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വേണ്ടാത്തതൊക്കെ ചെയ്ത് കൃഷി എന്താണെന്ന് അറിയാതെ കൃഷി എന്ന് പറഞ്ഞ് പ്രോത്സാഹനം നടത്തും. അതിൻ്റെ വളരെ കൂടുതലാണ്. രാസവള കൃഷി ചെയ്യുമ്പോൾ ഓരോ വർഷവും നമ്മൾ കൂടുതൽ ഇൻപുട്ട് നൽകിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. അവസാനം ചെടിയും അന്തരീക്ഷവും വായുവും മണ്ണും വെള്ളവും എല്ലാം മലിനമാവും. അതുകൊണ്ടാണ് അങ്ങനെ സംശുദ്ധമായ പ്രകൃതി സൗഹൃദ കൃഷിയിൽ ഉണ്ടാക്കുന്ന ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ഔഷധത്തിന്റെ ഗുണം ചെയ്യും. അസുഖങ്ങൾ വരാതിരിക്കും. വന്നാൽ പോലും നമ്മൾ നിരാഹാരം വരെ എടുത്തിട്ട്, അതായത് ഭക്ഷണമൊന്നും പ്രത്യേകിച്ച് കഴിക്കാതെ ഇരുന്ന് ജലസേചനം മാത്രം കൊണ്ട് നമ്മൾ അസുഖം മാറ്റാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം തന്നെയാണ് ഔഷധം എന്ന് പറഞ്ഞ ആധുനിക വൈദ്യശാസ്ത്രം പറഞ്ഞതിന്റെ ഏറ്റവും അന്തസത്ത ഉള്ള വാക്കുകളാണ്. എ ഡേ വിൽ കം, യുവർ ഫുഡ് വിൽ ബി യുവർ മെഡിസിൻ എന്നേ പറഞ്ഞു. അതാണ് കൃഷിയും നല്ല ഔഷധങ്ങളും ഭക്ഷണവും എല്ലാം നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഔഷധമായി ഉപയോഗപ്പെടും. സർ, നമ്മുടെ ക്ലാസ് കഴിക്കാൻ എത്തിയിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട്. ആദ്യമായി ഞാൻ ശ്രീ ശാലുരാജിനെ ക്ഷണിക്കുന്നു. സാറിനോട് ചോദിക്കാം. സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇതിലൊന്നും അത്ര വലിയ വിദഗ്ധനല്ല, ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആളുമല്ല. സാറിന് നന്നായി പറയാനും വഴികാട്ടാനും പറ്റുന്ന ആളാണ്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാം. ശ്രമിക്കാം. ശാലു. സാർ, എന്റെ പേര് ഷാലുരാജ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ ഒരു കോവിഡ് മഹാമാരിയുടെ ഒരു പിടിയിൽ അമർന്നു ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ലോകം മുഴുവൻ. ഇപ്പൊ പലരും പറയുന്നു അത് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ അത് ഭൂമിയുടെ തന്നെ ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും സാറിപ്പോ ഇക്കോ സിസ്റ്റത്തെ കുറിച്ച് ഈ കൃഷിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പറയാൻ ഉള്ളത് ഇക്കോ സിസ്റ്റത്തെ പറ്റിയാണ്. ഇപ്പം പണ്ട് നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അതിനൊരു എക്സാമ്പിൾ, ഒരു ചെയിനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ പുൽച്ചാടിയെ എന്താ പറയുക, എലി തിന്നുന്നു, എലിയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ കഴുകൻ തിന്നുന്നു. അങ്ങനെ ആ ഒരു ചെയിനിൽ വരുമ്പോൾ ഏറ്റവും അവസാനം വരുന്നത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോ എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിന്റെ ഒരു ഭാഷയിൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ സാറിന്റെ ഭാഷയിൽ എന്താണ് വൈറസ് എന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഇക്കോ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു എന്തോ സംതിങ് സംഭവിച്ചതുകൊണ്ടാണ്, എന്തോ ഒന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എലി എന്താ പറയാ, പാമ്പിനെ മുഴുവൻ നമ്മൾ അടിച്ചു കൊല്ലുവാണെങ്കിൽ ഇവിടെ എലി പെരുകും എന്ന് പറയുന്നത് പോലെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും മനുഷ്യൻ പ്രകൃതിയോട് ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈക്കോ സിസ്റ്റത്തെ തകരാറിലാക്കിയത് കൊണ്ടാണോ ഇത് മനുഷ്യന് തന്നെ ഭവിഷ്യത്തായിട്ട് ഈ വൈറസ് പെരുകുവാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംതിങ് ഉണ്ടാകാനുള്ളൊരു കാര്യം? എന്റെ ചോദ്യം ഇത് തന്നെയാണ്, എന്താണ് സാറിന്റെ ഭാഷയിൽ വൈറസ് ഇക്കോ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ? എന്റെ എളിയ അഭിപ്രായം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സാർ. നമ്മളിതിനെ പറ്റി ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നാലും പറയാം, പരിസ്ഥിതിക്ക് വന്ന നാശം ഇത് ലോകത്തൊന്ന് ആകമാനം എല്ലാ മിക്കവാറും രാജ്യങ്ങൾ ഇത് പടർന്നു പിടിച്ചു വളരെ വളരെ എളുപ്പത്തിൽ. എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് വന്ന മൊത്തത്തിലുള്ള മാറ്റത്തിന്റെ എന്തോ ഒരു നമ്മളെ ഇടപെടലുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് നമ്മൾ ഇപ്പം കഴിക്കുന്ന ഭക്ഷണവും നമ്മളെ ചികിത്സിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളും അല്ലെങ്കിൽ നമ്മൾ യുദ്ധം അതുപോലുള്ള പ്രവൃത്തികൾക്ക് അന്തരീക്ഷത്തിലും മറ്റുമൊക്കെ വരുത്തി വെക്കുന്ന ഒരുപാട് വിനകളാണ്. ഇത് മനുഷ്യനെ പല വിധത്തിലും ബാധിക്കാമല്ലോ.
അവന്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ നിസാര രോഗം ഇത്ര വ്യാപകമായിട്ട് ഒരു സ്റ്റേജിൽ വന്നു എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. മിക്കവാറും ഒരു രാജ്യവും ഇതിൻ്റെ ഒഴിവായിട്ടില്ല. അപ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ പ്രതിഭാസം തന്നെ പറയാൻ മനുഷ്യൻ നമുക്ക് തന്നെ ഇമ്മ്യൂണിറ്റി ചെയ്യാൻ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ, നമ്മൾ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഒരു മാറ്റവും വരുത്താതിരിക്കും നമ്മളെ ശരീരം ഇതൊക്കെ മാറ്റാനുള്ള കെൽപ്പുള്ളതാണ്. ആ ശരീരത്തിന് വന്ന ഒരു അപജയം അല്ലെങ്കിൽ ഒരു ശോഷണം അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശക്തി നിലനിർത്താനുള്ള കഴിവ് കുറഞ്ഞത് ആയിരിക്കണം. ഇത് സാധാരണഗതി ഇപ്പം ജലദോഷത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ വൈറസ് മൂലം നമ്മൾ ആദ്യം അനുഭവപ്പെടുന്നത്. ജലദോഷം, പനി, ഇത് നമ്മൾ ഓർമ്മ വെച്ച നാളെ പോലെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മാറുമെന്നൊരു തിയറി ഉണ്ടല്ലോ. ജലദോഷത്തെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് റെസ്റ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ മതിയാ. അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വന്ന ശോഷണം തന്നെ ആയിരിക്കണം ഇത്ര വ്യാപകമായി ഇത് പറയാൻ കാരണം. സാറേ, ഞാൻ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃഷിയെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇക്കോ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് ചോദിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ വാഗ്ദത്തങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് കർമ്മ ഈസ് എ ബൂമറാങ് എന്നാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന് തക്കതായിട്ടുള്ളതാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ നന്മ നമ്മളിലേക്ക് വന്നു ചേരും, തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ചെയ്തിട്ടുള്ള ചൂഷണങ്ങൾ കണ്ടുകൊണ്ട് പ്രപഞ്ചം തന്നെ നമുക്കൊരുക്കിയ ഒരു കെണിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. ഇപ്പൊ സാറ് ഇക്കോസിസ്റ്റത്തെ കുറിച്ച്, കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് വാചാലനായപ്പോൾ എന്റെ മനസ്സിൽ വെച്ചൊരു ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മിസ്റ്റർ ഷാലു. ഓക്കെ. താങ്ക് യു. ഡോക്ടർ മനോജ് സംസാരിക്കാമോ? കേൾക്കാമല്ലോ? സംസാരിക്കാം, കേൾക്കാം. രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ പാർട്ടികാരെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുകയുണ്ടായല്ലോ. നമ്മൾ ലോക ചരിത്രം നോക്കി കഴിയുമ്പോൾ ഹോമിയോപ്പതിയിൽ അനിമൻ 3000 വർഷത്തെ ചരിത്രം അവലോകനം ചെയ്താണ് ക്രോണിക് ഡിസീസ് തിയറിയിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ പല കാലഘട്ടത്തിലും എത്രയും വർഷങ്ങൾ കൂടുമ്പോൾ റെഗുലർ ഇന്റർവൽസ് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് പാർട്ടികാരിൽ ഉണ്ടാകുന്ന ഞാൻ പറയുന്നുണ്ട് 1200 1000 അതിന് മുമ്പ് ക്രിസ്തുവിന് മുമ്പുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് അവിടെ നമുക്ക് ഈ പറഞ്ഞ തിയറി എത്രത്തോളം അപ്ലൈ കഴിയുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വേഗിച്ച ഭക്ഷണത്തെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം, അതും ഞാൻ വീണ്ടും ഞാൻ ഹോമിയോ ഡോക്ടറോട് എപ്പോഴും അത് ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഹനുമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ദ ലീസ്റ്റ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന മനുഷ്യനാണ്. കാരണം എന്താണ്, ഒരു കുട്ടി പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ അമ്മയുടെ സഹായം ഇല്ലാതെ എത്രയെങ്കിലും വർഷം കഴിഞ്ഞതേ ചെയ്യാൻ പറ്റുള്ളൂ. പാല് കുടിക്കുന്നത്, എഴുതി നടക്കുന്നത്, പച്ചക്കുട്ടിയാണെങ്കിൽ. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു ഇന്റലിജന്റ് കമ്പൗണ്ട് എല്ലായിടത്തും വേണം, ഒരു വളരുന്നത് തൊട്ട് എല്ലാത്തിനും. അപ്പൊ അതുകൊണ്ട് വേവിച്ച ഭക്ഷണം തന്നെയാണ് മനുഷ്യന് യുക്തമെന്ന് ആണ് എന്റെ അഭിപ്രായം. പിന്നെ വേറെ കാര്യം പറയുന്നത്, ഈ കൃഷിനാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ബലരാമനെ കർഷകർ എന്ന് കണ്ട് പരാതി പറഞ്ഞ കഥ നമ്മൾ വൈലോപ്പള്ളിയുടെ കവിത വായിച്ചിട്ടുണ്ട്. അതിന്റെ വരൾച്ച അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് സൈക്ലിക്കലാണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോണന്റ് മാത്രമാണ് പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും ഒരു സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ നമ്മൾ രാസവളത്തെ കുറ്റം പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം ഓർക്കണം, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം വന്നത്? പട്ടിണിയായിരുന്നു ഒരു കാലത്ത്. ആ പട്ടിണി മാറ്റാൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതിന്റെ അമിത ഉപയോഗമാണ് ഇവർക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതിനൊന്ന് ഓഡിഫൈ ചെയ്താലും നമുക്ക് കുറെ കൂടെ ഗുണമുണ്ടാകുമെന്നാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യം കൂടെ പറയുന്നത്, പഞ്ചഭൂതത്തിന്റെ സ്വാംശീകരണം. ഭാരതീയ സംസ്കാരത്തിൽ അതുകൊണ്ടാണ് സസ്യങ്ങളെ ദേവന്മാരായിട്ട് കാണുന്നത് പ്രയോഗിക്കുന്നത്. താങ്ക് യു. ഹലോ ഡോക്ടർ ഹുബർട്ട്. സാറേ, ഞാൻ ഈ പഞ്ചാമൃതം അത് ഉണ്ടാക്കുന്ന ശർക്കരയും അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ജീവാമൃതം. ജീവാമൃതം സോറി. അതെങ്ങനെ ഉണ്ടാക്കുന്ന? വലിയ കോസ്റ്റ്ലിയാണ്, ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ജീവാമൃതം സിമ്പിളാണ്. ജീവാമൃതം എന്ന് പറയുന്നത് പറയട്ടെ? പറഞ്ഞോളൂ. അതില് നമ്മുടെ നാടൻ പശുക്കള്
അവയുടെ ചാണകം അത് ഉണക്ക എടുക്കാവോ? ഉണക്ക പറ്റുമോ? പച്ച തന്നെ എടുക്കാം. പച്ച തന്നെയാണ്. ഉണങ്ങുമ്പോഴത്തേക്ക് കുറെ ജീവാണുക്കൾ അതിനകത്ത് കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ. 1 ഗ്രാം ചാണകത്തില് 300 കോടിയോ മറ്റോ സൂക്ഷ്മാണുക്കൾ ഉണ്ടെന്ന് പറയും. ഇത് നമ്മൾ ജീവാമൃതം ആ പ്രോസസ്സിൽ വരുമ്പോൾ എവരി 20 minutes ഇത് ഇരട്ടിക്കും, ഡബിൾ ആവും. അപ്പോൾ നാടൻ പശുവിന്റെ ചാണകം അതോടൊപ്പം അതിന്റെ തന്നെ മൂത്രം, ഒരു ദിവസത്തെ മൂത്രം, പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഒരു പ്ലാസ്റ്റിക് ബാരലിൽ മിക്സ് ചെയ്യാം. 200 ലിറ്റർ, നമ്മൾ 100 ലിറ്റർ 5% ചാണകം, 5 കിലോ ചാണകവും 5 ലിറ്റർ മൂത്രം വരെ ആവാം. ചാണകം പുതിയതായിരിക്കണം. അതിൻ്റെ അകത്താണ് കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ. മൂത്രം പഴകിയാലും കുഴപ്പമില്ല. വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മുടെ മൂത്രം ഉപയോഗിക്കും. അത് 100 ലിറ്ററിൽ നമ്മൾ 1 കിലോ ശർക്കര. ഈ ശർക്കര മധുരം എന്തിനാണെന്ന് വെച്ചാൽ ഈ സൂക്ഷ്മാണുക്കൾക്ക് ആഹാരമായിട്ടാണ്. അതുപോലെ തന്നെ 1 കിലോ 100 ലിറ്ററിനാണ്. അപ്പോൾ 1 കിലോ പയർ, രണ്ട് പരിപ്പുള്ള പയർ, ചെറുപയറോ മുതിരയോ ഏറ്റവും വില കുറഞ്ഞ പയർവർഗം പൊടിച്ചെടുക്കും, അതിൻ്റെ പൊടി. പിന്നെ ഒരു 50 ഗ്രാം മേൽമണ്ണ്. മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കയ്യിലെടുക്കാവുന്ന 50 ഗ്രാം മതി. അത് ഈ സാധാരണ പറമ്പിന്റെ അതിരില് ഇടവഴിക്ക് ഒക്കെയുള്ള മണ്ണേ എടുക്കാവൂ. അല്ലാണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മണ്ണിൽ അണുക്കൾ കുറവായി. അപ്പോൾ 100 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 കിലോ ചാണകവും 5 ലിറ്റർ മൂത്രവും 1 കിലോ ശർക്കരയും പൊടിച്ചത്, 1 കിലോ പയറുപൊടിയും. ക്ലിയർ ആയില്ലേ? അത് 200 ലിറ്റർ ബാരലാണെങ്കിൽ 10 കിലോ 2 കിലോ എടുക്കാം. മേൽമണ്ണ് 100 ഗ്രാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ച് ചേർത്ത് തണലത്ത് വെച്ചാൽ അത് ഫെർമെന്റേഷൻ വരും, പുളിക്കും. അപ്പോൾ ഒരു 150 ലിറ്റർ വെള്ളം എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ചാടിപ്പോകും പുളിച്ച്. അപ്പോൾ ഒരു 180 ലിറ്ററിൽ ബാക്കി ഇതെല്ലാം കൂടി 20 ലിറ്റർ ഉണ്ടാവും. അത് നല്ല മിക്സ് ചെയ്ത് നല്ല ഇളക്കി ചേർത്ത് തണലത്ത് വെച്ചിട്ട് മൂടി വെക്കുക. ചാക്കോ ഓലയോ ഷീറ്റോ എന്താ വെച്ചിട്ട്. കാരണം ഇതിനകത്ത് അമോണിയ വാതകം ഉണ്ടാവും. ഈ മൂത്രവും ചക്കരയും ഇതെല്ലാം കൂടെ ഫെർമെന്റ് ആകുമ്പോൾ ഗ്യാസ് വരും. ഗ്യാസ് പുറത്തേക്ക് പോകണം. ടൈറ്റായിട്ട് മൂട്ടി വെക്കരുത്. ലൂസാക്കി മഴവെള്ളം വീഴാതെ സൂര്യപ്രകാശം അടിക്കാതെ ഒരു 48 മണിക്കൂർ എങ്കിലും സൂക്ഷിക്കണം. അത് ദിവസത്തിൽ 1-2 തവണ വലതുഭാഗത്തേക്ക് ഇളക്കി കൊടുക്കണം. ഒരു പച്ചയോ ഉണങ്ങിയോ മരത്തിന്റെ കോല് കൊണ്ട് റൗണ്ട് ചെയ്ത് ഇളക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ 48 മണിക്കൂർ നേരം കൊണ്ട് അത് പാകമാവും. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ പിന്നെ നമുക്ക് ഇത് തന്നെ ഒഴിക്കാം. അതായത് മരങ്ങളുടെ, ഇപ്പൊ തെങ്ങൊക്കെയാണെങ്കിൽ തെങ്ങിന്റെ ഓല ചാർത്തിന്റെ റൗണ്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെ ഒരു 6 അടി വിട്ടിട്ട് ഒഴിച്ചു കൊടുക്കും. എല്ലാ നേർപ്പിക്കണ്ടല്ലേ, നേരെ തന്നെ ഒഴിക്കാം. വേനൽക്കാലത്ത് വേണമെങ്കിൽ ഒന്ന് നേർപ്പിക്കാം, മഴക്കാലത്ത് നേർപ്പിക്കേണ്ട കാര്യമില്ല. വേനൽക്കാലത്ത് വേണമെങ്കിൽ നമുക്ക് 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ അത് കൃഷിയുടെ സ്വഭാവം, അതിന്റെ ഗ്യാപ്പ് ഒക്കെ അനുസരിച്ച് ചെയ്യണം. സാർ, അതിനകത്തെ ഞാൻ ഇപ്പോൾ ചോദിച്ച ഈ സാധാരണ ഗോബർ ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബയോ ഉണ്ടാക്കുന്ന പോലെ മറ്റ് സസ്യങ്ങൾ അതിന്റെ വല്ലതുമൊക്കെ അവശിഷ്ടം ഇടുന്നത് നല്ലതാണോ? ഈ സാധനത്തിന് ഇതിനെ കൂടെ വേറെ വല്ലതും ആഡ് ചെയ്യാൻ പറ്റുമോ? ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെലവ് ചുരുക്കാൻ കൂടിയാണ്. ഇത് മിനിമം ഒരു പശുവുള്ള ആൾക്ക് 30 ഏക്കർ വരെ കൃഷി ചെയ്യാന്ന് പറയുന്നത് ഈ പ്രിപ്പറേഷനിൽ. അതെങ്ങനെയാ വെച്ചാൽ ഒരു ദിവസത്തെ ചാണകവും മൂത്രവും 200 ലിറ്റർ ഉണ്ടാക്കാം. അത് നമ്മൾ 1 ഏക്കറിൽ ഉപയോഗിക്കുന്നു. നാളത്തെ അതേ പ്രിപ്പറേഷൻ അടുത്ത 2ാമത്തെ ഏക്കറിൽ ഉപയോഗിക്കാം. അങ്ങനെ 30 ദിവസം കൂടുന്നത് 30 ഏക്കറിൽ ഉപയോഗിക്കും. അതേ വേണ്ടു, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അതോടൊപ്പം എന്ത് വേണം? ചപ്പ് ചവറുകളൊന്നും കത്തിക്കാൻ പാടില്ല. അത് പുതയിടണം.
എല്ലാ ജൈവ വസ്തുക്കളും കൃഷിയെടുത്ത് ധാന്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വൈക്കോലാണ്. അത് പുതയിട്ട് സംരക്ഷിക്കാം. തെങ്ങിന്റെ ചുവട്ടിൽ പുതയിടാം. എല്ലാ ചെടികൾക്കും നമ്മൾ ചപ്പോയി കരിയില. കരിയില എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ആകത്തുകയാണ്. നമ്മൾ പഴുത്തു വീഴുന്ന, നമ്മൾ മുറ്റടിച്ച് വരുന്ന കരിയില, മാവിന്റെ പ്ലാവിന്റെ ഒക്കെ കരിയില ഉണ്ടല്ലോ, അത് വൈറ്റമിൻസ് മിനറൽസിന്റെ എന്താ പറയാ കോൺസെൻട്രേറ്റ് ആണ്. അത് വിഘടിക്കുമ്പോൾ, അത് ചീഞ്ഞ് ഭാഗമായി വിഘടിക്കുമ്പോൾ അതിനകത്ത് വരുന്ന മുഴുവൻ നമുക്ക് വേണ്ട മൂലകങ്ങളാണ്. നമ്മളിപ്പോ NPK ഇടണം എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു ഞാൻ പ്രിപ്പറേഷൻ നടത്തിയില്ല. NPK ഇടുന്ന ഇപ്പൊ 5 കിലോ ചപ്പുചവറുണ്ടെങ്കിൽ 3 കിലോ അതിന് തുല്യമായ കിട്ടും, അതിൻ്റെ അകത്ത് ജലാംശമൊക്കെ പോയാൽ. അപ്പോൾ ഇത് രാസവളം ഇടുന്ന ഈ NPK ഒക്കെ ഇടണമെന്ന് പറയുന്നതിന് യാതൊരു ആവശ്യമില്ല. അത് ഒഴിവാക്കാം, പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അപ്പൊ ഈ ഒരു തെങ്ങിനൊക്കെ എത്ര വേണ്ടി വരും? ഒരു തെങ്ങിന് എത്ര ഒഴിക്കേണ്ടി വരും? ഒരു മാസത്തിൽ 1-2 തവണ നമ്മളൊരു 10 ലിറ്റർ ഓയിൽ ഒഴിച്ചാൽ മതി. 2 മാസത്തിൽ 2 തവണ ഒഴിച്ചാൽ മതി. അതിന്റെ ആവശ്യം. പക്ഷെ തെങ്ങിൽ നിന്ന് വരുന്ന തേങ്ങ ഒഴികെ എല്ലാം ആ തെങ്ങിന് അവകാശപ്പെട്ടതാണ്. അവിടെയാണ് ജൈവാംശം വരുന്നത്. ഇതാ ജൈവാംശം. ഒരു നല്ല മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 100 കിലോ മണ്ണെടുത്ത് നമ്മൾ അനലൈസ് ചെയ്താൽ 5 കിലോ എങ്കിലും ജൈവാംശം അതിന് വേണം. അതുപോലെ തന്നെ അതില് നമ്മളിപ്പോ ഒരു സ്ക്വയർ ഫീറ്റില് 4 മണ്ണിരയെങ്കിലും ഉണ്ടാവും. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത്, നമ്മൾ ഈ പ്രകൃതി കൃഷി അനുവർത്തിക്കുന്ന സ്ഥലത്ത് ഒരു സ്ക്വയർ ഫീറ്റിൽ 4 മണ്ണിര ഉണ്ടാവും. 44,000 സ്ക്വയർ ഫീറ്റ് ആണ് 1 ഏക്കർ. 40 കൂട്ടിയോ കണക്കൂട്ടാ. 40,000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ 4 മണ്ണിര വന്നാൽ ഇത്രേ 1,60,000 മണ്ണിര വന്നില്ലേ? അപ്പൊ 1000 മണ്ണിര ഏകദേശം 1 ജോഡി കാളയുടെ പണിയെടുക്കുന്ന പറയുന്നത് 1000 മണ്ണിര. അപ്പോ നമ്മള് വേണ്ടാത്ത പണിയാണ് ചെയ്യുന്നത്, ആവശ്യമില്ല. ഈ സൂക്ഷ്മാണുക്കളും, കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളും ലക്ഷക്കണക്കിന് മണ്ണിരയും 1 ഏക്കറുണ്ട്. അവര് ഏകദേശം കണക്ക് കൂട്ടിയാൽ 365 ദിവസവും പണിയെടുക്കും. അതിന്റെ കണക്ക് കൂട്ടിയാൽ ഒരു 2 കോടി രൂപയുടെ പണി ഈ സൂക്ഷ്മാണുക്കളും മണ്ണിരയും 1 ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. മണ്ണിളക്കുന്നുണ്ട്. മണ്ണിര, നാടൻ മണ്ണിര, നമ്മള് ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ആഫ്രിക്കൻ മണ്ണിരയല്ല. അത് മണ്ണിര അല്ല. അത് മണ്ണിൽ ജീവിക്കില്ല, മണ്ണ് തിന്നില്ല, മണ്ണിളക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചാണകത്തിന്റെ കാര്യം പറഞ്ഞത്. ഒരു 300 കോടി സൂക്ഷ്മാണുക്കളുള്ള സ്ഥാനത്ത് സങ്കരയിലും പശുവാണെങ്കിൽ അത് 1 ലക്ഷമോ 2 ലക്ഷം മറ്റോ ആകുന്നത്. ഈ മണ്ണിരയും സൂക്ഷ്മാണുക്കളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മണ്ണ് ജൈവാംശമുള്ള മണ്ണല്ലാന്ന് വിചാരിക്കണം. അവിടെ നമ്മൾ താൽക്കാലികം മറ്റു മൂലകങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വളം ഉണ്ടാക്കാമെങ്കിലും അത് പ്രായോഗികമല്ല, സ്ഥിരമല്ല, കോസ്റ്റ് കൂടും. ഇതൊക്കെ നമ്മൾ ഫോറസ്റ്റിലെ മണ്ണ് അനലൈസ് ചെയ്യുന്നതും, ഫോറസ്റ്റിൽ നമുക്കറിയാം ചെറിയ പായൽ മുതൽ വൻ മരങ്ങൾ വരെ ഫോറസ്റ്റിലില്ലേ. ഇതിനെ ആരെങ്കിലും പരിചയിച്ചാണോ? അത് നമ്മൾ നോക്കണ്ടേ? നമുക്ക് ഓരോരുത്തർക്കും കാണാം. മേലെയുള്ള ഒരു 9 ഇഞ്ചോ 10 ഇഞ്ചോ മണ്ണാണ് ഫോറസ്റ്റിലായാലും ഒരു നല്ല മണ്ണെന്ന് നമുക്ക് തോന്നുന്നു. ബാക്കി അടിയിലോട്ട് പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ മണ്ണാണ്. അതിലും ഇത്രയും വലിയ വൻമരങ്ങൾ വളരുമ്പോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, വിലയിരുത്തണം. അത് കൃഷിക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. കൃഷിക്കാരൻ എന്തെല്ലാം സൗകര്യം, എന്തെല്ലാം ആനുകൂല്യം കൊടുത്താലും കൃഷിക്കാരൻ രക്ഷപ്പെടാത്തതിന്റെ പല കാരണങ്ങളുണ്ട്. നമ്മളൊക്കെ പല വിധത്തിൽ കൃഷി ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ഒട്ടും കാര്യമായിട്ട് നോക്കാത്ത പറമ്പിലും ആവറേജ് വിളവ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു 65 മുതലുള്ള കാലഘട്ടം പിന്നോട്ട് ഇങ്ങോട്ട് എടുത്താൽ നമ്മള് ശാസ്ത്രീയം എന്ന പേരിൽ, എന്നാൽ ശാസ്ത്രീയമല്ല, ശാസ്ത്രീയം എന്ന് പറയുന്നത് അതിന് പ്രകൃതിയുമായിട്ട് നല്ല ബന്ധമാണ്. ശരിയായ ശാസ്ത്രം കാണണമെങ്കിൽ നമ്മൾ പ്രകൃതി പോകണം. പ്രകൃതി ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിന് പരിഹാരമുണ്ട്. ഒരു ഡോക്ടർ കൂടെ കൈവക്കിയിട്ടുണ്ട്. താങ്ക് യു സാർ. വലിയ ഉപകാരം.
പറഞ്ഞോളൂ. ഡോക്ടർ ഒരു ചോദ്യം. ഒരു ചോദ്യം. നമുക്ക് ഇപ്പം ഈ ഞാൻ എപ്പോഴും പോയാല് എൻ്റെ ഒരു മകന്റെ അമ്മായിയച്ഛൻ PhD കാരനാണ് ഈ മണ്ണിന്റെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. പുള്ളിയായിട്ട് എന്നും, അതുകൊണ്ട് ഞാൻ പുള്ളിയായിട്ട് അധികം സംസാരിക്കാറില്ല. കാരണം പുള്ളി എപ്പോഴും പറയും ജൈവ കൃഷി ചെയ്താൽ ഭയങ്കര നഷ്ടമാണ്. പിന്നെ എൻ്റെ അനിയൻ നല്ലവണ്ണം കൃഷി ചെയ്യുമായിരുന്നു. പുള്ളിയും കുറെ കാലമായപ്പോ ഇപ്പൊ വീട്ടിലോട്ട് ആവശ്യമുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ല നഷ്ടമാണെന്നാ പറയുന്നത്. എന്നാൽ ഈ ജൈവ കൃഷി ചെയ്താൽ നഷ്ടമാണോ? അതിൻ്റെ അകത്ത് എങ്ങനെ? കൃഷിക്കാരന് എപ്പോഴും ലാഭമാണല്ലോ വേണ്ടിയത്. കൊടുക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ, കമ്പോളത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ അവന് വില കിട്ടണമല്ലോ. അല്ലെങ്കിൽ അവന് ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വിലയുടെ ഒരു പ്രശ്നം വരുന്നില്ലേ? സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വരുന്നില്ലേ ഈ ജൈവ കൃഷി ചെയ്യുമ്പോൾ? അതാണ് എൻ്റെ ചോദ്യം. അതിനുള്ള ഉത്തരം സാറിന്റെ ക്ലാസ്സെല്ലാം വളരെ നന്നായിരുന്നു. അറിവ് കുറവാണെന്ന് വിചാരിക്കേണ്ട, വളരെയധികം അറിവുകളുണ്ട്. അത് ഇത് സാറിൽ നിന്ന് ഇത് എന്നാ പറയുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാറേ, നല്ല ചോദ്യം. അതായത് നമ്മളിപ്പോ ജൈവ കൃഷി എന്ന് പറയുന്നതും പ്രകൃതി സൗഹൃദ കൃഷി എന്ന് പറയുന്നതും രണ്ടാണ്. ജൈവ കൃഷിയിൽ നമുക്ക് 4 അപകടങ്ങളുണ്ട്. ജൈവ കൃഷി എന്ന് പറയുന്നതോട് തെറ്റില്ല, ജൈവാംശം കൂടുതലുണ്ടായിരിക്കണം, ചെയ്യാണ്. പക്ഷെ ജൈവ കൃഷിയിൽ നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡെഫിനേഷന്റെ ക്ലാരിറ്റി കുറവുണ്ട്. ജൈവ കൃഷിയിൽ നമ്മൾ ഒന്ന് നാടൻ പശുവിൻ്റെ ചാണകത്തിന് പകരം നമ്മൾ സങ്കരയിനം പശുവിൻ്റെയും ചാണകം ഉപയോഗിക്കുന്നു. അതിൽ റിസൾട്ടിൽ കുറവുണ്ടാവും. 2, നാടൻ മണ്ണിരയ്ക്ക് പകരം നമ്മൾ ആഫ്രിക്കൻ മണ്ണിരയെ ഉപയോഗിക്കുന്നു. ആഫ്രിക്കൻ മണ്ണിരനെ നമ്മൾ 100 കിലോ നമ്മുടെ ജൈവാംശം തെങ്ങിൻ്റെ ഓലയോ മട്ടലോ ഒക്കെ ആയിട്ട് തിന്നാൻ കൊടുത്തിട്ട് അവർ 2 കിലോ കാഷ്ടമിടും. ഇത് 100 കിലോ നമ്മൾ ജൈവാംശം അതിന് തിന്നാൻ കൊടുക്കണം, അതൊരു 2 കിലോ കാഷ്ടമിടും. ഈ കാഷ്ടം, അതാണ് മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ലെഡ്, ആർസനിക്, മെർക്കുറി, ഇത്രയും ഹെവി മെറ്റൽസ് വരുന്നുണ്ട്. ഇത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് തന്നെയാണ്. അപ്പൊ ഇത് നമ്മളെ തക്കാളിയിലും പച്ചമുളകിലും ഇളവനിലും കുമ്പളത്തിലും ഒക്കെ കയറും. അതുകൊണ്ട് ഈ ഹെവി മെറ്റൽസ് എല്ലാം തന്നെ അപകടകാരികളാണ്. ലെഡ്, മെർക്കുറി, ആർസനിക്, കാഡ്മിയം, ഇതും ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജൈവ കൃഷിക്കാർ മണ്ണിര കമ്പോസ്റ്റും സങ്കരയിന പശുവിന് ചാണകവും അല്പം രാസവളവും ആവാന്ന് അവർ പറയും. ശരിയാണ്. ഇതൊന്നും പ്രകൃതി സൗഹൃദ കൃഷിയിൽ പറയുന്നില്ല. അപ്പോൾ ജൈവ കൃഷി കോസ്റ്റ് കൂടുതലാണ്. അതായത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നാടൻ വിത്തുകൾ വിത്തിപ്പോ ഇന്ന് അവരുടെ കയ്യിൽ പോയി. നാടൻ വിത്തുകൾ നാടൻ കൃഷി രീതിയിൽ തന്നെ വളരുമ്പോഴാണ് പ്രകൃതി സൗഹൃദ കൃഷിയാവുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ മണ്ണിര കമ്പോസ്റ്റ് അപകടകാരിയാണ്. പിന്നെ അതും ഇപ്പൊ ഒരു ലോഡ്, ഞാൻ 10 കിലോ ചാണകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ദിവസം 1 ഏക്കർ സ്ഥലത്ത്, അതൊരു മാസത്തിലൊരിക്കൽ മതി. 2ാമത്തെ ദിവസത്തെ ചാണകം 2ാമത്തെ ഏക്കറിലാണ് പോകുന്നത്. അപ്പൊ എത്ര തുച്ഛമായ ചെലവാണ് വരുന്നത്. മൂത്രം, ചാണകം പിന്നെ ആൾക്കാർ ശേഖരിച്ച് വെക്കാനും ഒക്കെ ഉപയോഗിക്കും. മൂത്രം വേസ്റ്റായിട്ട് പോകും. ഇത് രണ്ടുമാണ് ഇതിനകത്ത് പ്രധാന ഘടകങ്ങൾ. അപ്പൊ കൃഷി രീതിയിൽ കൃഷിക്കാരൻ വളരെ കുറഞ്ഞ ഇൻപുട്ടേ ഉപയോഗിക്കുന്നുള്ളൂ. അവന് കിട്ടുന്ന പ്രോഡക്റ്റ് സൂപ്പർ ക്വാളിറ്റിയാണ്. അതാണ് നോക്കേണ്ടത്. നമുക്കൊരു തക്കാളി വന്നിട്ട് നമ്മളെ കിഡ്നി പോവുകയാണെങ്കിൽ കുറെ കാലം കൊണ്ട് ജൈവ കൃഷിക്ക് എന്ത് ഗുണമുണ്ടായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഫുഡായിരിക്കണം, 100% സേഫ് ആയിരിക്കും. പിന്നെ ഈ കൃഷി രീതി എല്ലാ കൃഷിക്കാരനും, പണമുള്ളവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഇത് ഉപയോഗിക്കാം. ഈ രീതി 100% സേഫാണ് ഈ രീതി. ഞാൻ എൻ്റെ മൈസൂരില് ഒരു ഗുണവുമില്ലാത്ത മണ്ണാണ്. എത്രയോ കാലം അവിടെ കൃഷി ചെയ്ത് സ്ഥലത്ത് പോലും ഞാൻ ഈ പ്രയോഗം ആദ്യത്തെ വർഷം തന്നെ സക്സസ് ആണ്. പിന്നെ ജൈവ കൃഷി എന്ന് പറയുന്നത് രാസവള കൃഷിയേക്കാൾ കോസ്റ്റ് കൂടും.
കണക്ക് കൂട്ടിയാൽ. ഇപ്പോ ഒരു ലോഡ് ചാണകം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും അത് കോരിയെടുത്ത് ചെടികളുടെ ചോട്ടിൽ എത്തിക്കുമ്പോൾ വരുന്ന കോസ്റ്റ്, അതേസമയം രാസവളമാണെങ്കിൽ കിലോ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പൊ രാസവള കൃഷിയും ജൈവ കൃഷിയാണ് കോസ്റ്റ് കൂടുതൽ. പക്ഷെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് പ്രകൃതി സൗഹൃദ കൃഷി. ഇപ്പൊ മൂന്ന് രീതിയിലുള്ള കൃഷികളാണ്. സാറേ എന്താ പറയുക? രാസകൃഷിയാണ് ഒരു അടുത്ത ചോദ്യം ജിതി മനോജ്. സാറേ, സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴ് ഞാനിപ്പം പുതിയതായിട്ട് ഞാൻ ദുബായിലായിരുന്നു, ഇപ്പം കഴിഞ്ഞ വർഷം വന്നേ ഉള്ളൂ. ഈ നമ്മൾ പച്ചക്കറി കൃഷി ജൈവമായിട്ടുള്ള കൃഷി നടത്തി, അത് വലിയ ആഗ്രഹമായോണ്ട് ചെയ്തു. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാസവളം ഒന്നും കൊടുത്തില്ല, വിഷം ഒന്നും അടിച്ചില്ല, ഈ വേപ്പിൻ കഷായം അങ്ങനെ അതൊക്കെയാണ് ചെയ്തത്. പക്ഷെ പയറാണെങ്കിലും ഫുൾ മുഞ്ഞ വന്നു പോയി, പിന്നെ വെണ്ടയിൽ നിറയെ ഒരു ഫംഗൽ പോലുള്ള വൈറ്റ് ഫംഗൽ പോലെ പോയി. അപ്പൊ ഇതൊക്കെ നമ്മള് അപ്പൊ എന്റെ അടുത്ത് എല്ലാരും പറയുന്ന രാസവളം അടിക്കുക, മറ്റേ സ്പ്രേ അടിക്കുക. അപ്പൊ നമുക്ക് ആ നമുക്ക് ഇത്രയും നല്ല ആരോഗ്യമുള്ളൊരു ശരീരത്തിന് ആരോഗ്യമുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതൊന്നും ഉപയോഗിച്ചില്ല. പക്ഷെ ഇതെങ്ങനെ നമുക്ക് അതിനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാറിന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും സാറിന്റെ അറിവുള്ളതുകൊണ്ടും എനിക്കറിയാം ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. സാറിന് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും? ഞാൻ എന്റെ പരിധി വെച്ച് പറഞ്ഞുതരാം. ഞാനിപ്പോ ഈ സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇതില് നമ്മൾ ഈ ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ അതില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം വളമല്ല ശരിക്ക്. അതിൽ നാടൻ പശുവിന്റെ ചാണകം വരിക, അതുപോലെ മൂത്രം വരിക, ഇതെല്ലാം നമ്മൾ വളമായിട്ട് വളത്തിന്റെ കൾച്ചറായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡൈല്യൂട്ട് ആയിട്ടാണ് ഉപയോഗിക്കാം. അത് തന്നെ നിങ്ങൾക്ക് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. അതിൽ ഈ ഗോമൂത്രം വരുമ്പോൾ മിക്കവാറും കീടങ്ങൾക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അതേസമയം അത് വളക്കൂട്ടാണ്, അത് കൾച്ചറാണ്, അത് വളക്കൂട്ടിന്റെ പ്രധാന രീതി. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന ചില കൃഷി സംരക്ഷണ രീതികളുണ്ട്. അതില് ഒരു 10 ഇല കഷായമാണ്. ഇത് നമ്മള് 10 ഇല കഷായം നമ്മൾ തോട്ടത്തിൽ കിട്ടാവുന്ന 10 ഇലകൾ, അത് പാലുള്ള ഇലകളാണെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് എരിക്ക്, പിന്നെ ശീമക്കൊന്ന, പിന്നെ പ്ലാവിൻ്റെ ഇല, അങ്ങനെയുള്ള ഒരു 10 ഇലകൾ, അത് പാലയില, അതിൽ നിർബന്ധമായും വേപ്പിലയും ഗോമൂത്രത്തിൽ ലയിപ്പിക്കുക. വേപ്പില ഒരു വലിയ ബക്കറ്റ് എടുത്തിട്ട് ഒരു 5 കിലോ 10 കിലോ വേപ്പില എത്രത്തോളം കിട്ടാമോ ആര്യവേപ്പിൻ്റെ ഇല അതിന് ഇട്ട് അടച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഈ 10 ഇലയും നിങ്ങൾക്ക് അതിലിടാം. അപ്പൊ 10 ഇലയും ഗോമൂത്രവും പ്രത്യേകിച്ച് വേപ്പിലയും വരുമ്പോൾ ഇതിനൊക്കെ പല ടേസ്റ്റും മണമായിരിക്കും. ഇത് നമ്മളൊരു കഷായം പോലെ ഇത് ഇലകൾ അതിൽ അരിഞ്ഞു ചേർന്നതിന് ശേഷം അരിച്ചെടുക്കുക. ഉടച്ച് അരിച്ച് ചണ്ടിയൊക്കെ മാറ്റി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ അത് എന്തിനും ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും ഫംഗസ് ആയാലും എന്തിനും പ്രയോഗിക്കാം. ഇതൊരു സാധാരണ കൃഷിക്കാരന്റെ മോഡലിൽ നിന്നിട്ട് പറയുന്നത്. ഇത് ഏത് കൃഷിക്കാരനും അപ്പൊ എന്താ വെച്ചാൽ ഇവന് ഇത് വൈറസ് നോക്കാനും ബാക്ടീരിയ നോക്കാനും ഫംഗസ് നോക്കാനും നേരം ഉണ്ടാവില്ല. പപ്പായ ചീമക്കൊന്ന ഇതൊക്കെ ഉപയോഗിക്കും. അപ്പൊ പപ്പായ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏരിയ. അതുപോലെ തന്നെ വേപ്പില ഏറ്റവും പ്രധാനം. അതുപോലെ ശീമക്കൊന്ന, ഇതെല്ലാം പല കീടങ്ങൾക്കും പറ്റില്ല. അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു കാടടയ്ക്കൊരു വെടിവെക്കലാണ്. അത് നിങ്ങൾക്ക് ഫംഗസിനും ബാക്ടീരിയക്കും പിന്നെ വൈറസിനും ഒക്കെ പറ്റും. അതൊരു ജനറൽ ട്രീറ്റ്മെന്റ് ആണ്, ഒരു ജനറൽ മെഡിസിനാണ്. ഒരു ജനറൽ MBBS നമ്മൾ ചികിത്സിക്കാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ സ്പെഷ്യലൈസ് വെള്ളം ചേർത്തിട്ടാണോ അതോ അതേപോലെ തന്നെ അങ്ങ് സ്പ്രേ ചെയ്താൽ മതിയായിരിക്കും? വെള്ളം ചേർക്കണ്ട, ഗോമൂത്രത്തിലാണ് ലയിപ്പിക്കുന്നത്. ഓക്കെ അത് തന്നെ ആ ലിക്വിഡ് അതുപോലെ സ്പ്രേ ചെയ്താൽ മതി അല്ലേ? അതെ, അത് എന്നിട്ട് അതിൽ വെള്ളം ചേർത്തിട്ട് തളിക്കാം. ഇത് കോൺസെൻട്രേറ്റ് കഷായമാണ്. ഓക്കെ 1-2 ഇരട്ടി വെള്ളം സാർ, ഈ ചേർക്കാം. സ്യൂഡോമോണോസ് സ്പ്രേ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ സാർ, അത് നല്ലതാണോ?
സൂഡോമോണസ് എന്ന് പറഞ്ഞാലും അത് എന്ന് പറഞ്ഞാല് അത് ഈ സൂക്ഷ്മാണുക്കളെ കൊടുക്കാനാണ് ചെയ്യുന്നത്. ഞാൻ ആ രംഗത്ത് വലിയ ഗവേഷണം നടത്തിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോ അത് ചെയ്യാം. സംശയം ചോദിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് തന്നെ ഈ കള നിയന്ത്രണത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കഷായങ്ങളുണ്ട്. ഇപ്പൊ വേപ്പില മാത്രം ചേർത്ത് ഗോമൂത്രം ചേർത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ വെളുത്തുള്ളി അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 കഷായങ്ങളൊക്കെ ചെയ്യാം. ഈ ആദ്യം പറഞ്ഞ ഈ പത്തില കഷായം തന്നെ മിക്കവാറും മതിയാവും. ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടോ ലാബിലല്ല, തോട്ടത്തിലേക്ക് മൊത്തം പ്രയോഗിച്ച് ചെയ്യുമ്പോൾ മിക്കവാറും കീടങ്ങൾക്കൊന്നും അങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇതിന്റെ ടേസ്റ്റ് ഒന്നിനും പിടിക്കില്ല. പലപ്പോഴും അവയ്ക്ക് നല്ല രുചിയോ മണമോ അല്ലെങ്കിൽ പിന്നെ രസമോ ഉള്ള നീരൂറ്റി കുടിക്കാനാണ് വരുന്നത്. ഈ ഗോമൂത്രവും വേപ്പിന്റെ ഇലയും കൂടി കയറുമ്പോൾ ഇപ്പൊ പയർവർഗ്ഗങ്ങളായാലും അതും വലിച്ചെടുക്കുമല്ലോ. ആ പയറിന് പോയാൽ മധുരമായിരിക്കും കിട്ടുന്നത്. മിക്ക 90% അസുഖങ്ങൾ ഇതിൽ കവർ ചെയ്യാം. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ മൈസൂരിൽ ഒരു 2000 മുളക് തൈ, ഒരു 3000 തക്കാളിയൊക്കെ ഒക്കെ ചെയ്ത് നോക്കും. ഇത് മാത്രമേ പ്രയോഗിച്ചുള്ളൂ. ഇത് വളപ്രയോഗമായിട്ടാണ് ചെയ്തത്. അവിടെ ഒരു കീടത്തിൻ്റെയും, ഞാൻ വീഡിയോ ഇട്ട് തരാം, അത് തോട്ടത്തിൻ്റെയും ഒരു കീടത്തിൻ്റെ ആക്രമണം ഉണ്ടായി. പറയുമ്പോൾ അന്ന് അവിടെ ചുറ്റുപാട് ആർക്കും കൃഷിയില്ല, മറ്റു കൃഷികളാണ് ഉണ്ടായത്. ഈ പച്ചക്കറി കൃഷി ഉണ്ടായിട്ടില്ല. ഒരൊറ്റ മുളകും തൈ, 2000 മുളകും തൈ നട്ടാൽ 2000-ൽ നിന്നും വിളവ് കിട്ടും. അതുപോലെ ആയിരക്കണക്കിന് തക്കാളി നട്ടാൽ അതിന് മുഴുവൻ ആവറേജ് വിളവ് കിട്ടുന്നത്. ഒരു തക്കാളിക്ക് പോലും ഒരു കേടും വരുന്നില്ല. ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അങ്ങയുടെ ഫോൺ നമ്പർ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമായിരുന്നു. കാരണം ഇപ്പൊ നമ്മുടെ സെഷൻ ഏതാണ്ട് തീരുന്ന സമയമായി. സാറിനോട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇനി. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ഒരു സെഷനാണ്. ഞങ്ങളെ ഹോമിയോപ്പതിയുടെ ഒക്കെ വളരെ വലിയ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ എഴുതിയെടുക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ സാറ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും എഴുതിയെടുത്തോണ്ടിരിക്കുകയാണ്. സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത്. വളരെ ഉപയോഗപ്രദമായ ഒരു സെഷനാണിത്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നാടൻ പശു എന്ന് പറയുന്നത് നമ്മുടെ വെച്ചൂർ പശുവിനെയാണോ നാടൻ പശു എന്ന് പറയുന്നത്? ഇന്ത്യയില് നമ്മുടെ ഭാരതത്തില് 100-ലധികം നാടൻ ജൻസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ ഇപ്പൊ അറിയുന്നത് വെച്ചൂരും കാസർഗോഡ് ഡാർഫോ എന്ന കാസർഗോഡ് ഉള്ളൻ എന്ന രണ്ട് പശുക്കളാണ് പ്രധാനമുള്ളത്. അതിൽ വെച്ചൂർ പശുവിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് മേഖലയിൽ ഒരു നല്ല ഇനം ഒരു അധികം ഹൈറ്റ് ഇല്ലാത്ത പശുക്കളുണ്ട്. എനിക്കുണ്ട് 5 ഞങ്ങൾ വളർത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അതെന്ന് വെച്ചാൽ വളരെ ഓമനത്തുള്ള പശുക്കളാണ്. വെച്ചൂർ പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പശുവാണ്. അതിനൊരു 3 ലിറ്റർ 4 ലിറ്റർ പാല് കിട്ടും. ചെറിയ പശുവാണ്, നല്ല ലക്ഷണമൊത്ത പശുവാണ്. ഇതുപോലുള്ള കൃഷിക്ക് ഹോമിയോ മരുന്നുകൾ സാർ ഉപയോഗിച്ചിട്ടുണ്ടോ? അതുപോലെ ഈ നാട്ടിലെ ഒച്ചിന്റെ ശല്യത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അത് അബ്ദുൽ ലത്തീഫ് സാർ തന്നെയാണ് അതിന്റെ അതോറിറ്റി. അബ്ദുൽ ലത്തീഫ് സാർ ചെയ്യുന്നുണ്ട്. ഉള്ളിയോട് ചോദിക്കാതിരിക്കുന്ന ഉള്ളിയുള്ളപ്പോ ഞാൻ പറയുന്നത് ശരിയല്ല. അതല്ല സാറിന്റെ അനുഭവം ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നാട്ടിലെ ഒച്ച ശല്യം വളരെ കൂടുതലാണ് ഇപ്പൊ. അപ്പൊ അതിന് എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? അതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ പത്തില കഷായം എനിക്ക് പറയാനുള്ളൂ. പല പ്രയോഗമുണ്ട്. പക്ഷെ ഇത് കൃഷിക്കാരന് എളുപ്പം ഉണ്ടാക്കാനും ചെലവ് കുറച്ചുണ്ടാക്കാനും ഇതെല്ലാത്തിനും നല്ലതാണ്. നമുക്കൊരു കുഴപ്പമില്ല. അതാണ് അതിന്റെ സിമ്പിൾ പരിഹാരം. അതിന് ഈ 4 കഷായങ്ങൾ വേറെ ഉണ്ട്, ഉപയോഗിക്കാം. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. വേപ്പില കഷായം സാറിന്റെ മൈക്കാണോ എന്റെ മൈക്കാണോ? ഹലോ. അടുത്ത ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? നമുക്ക് സെഷൻ വൈൻഡ് ചെയ്യാനുള്ള സമയം അതിക്രമിക്കുന്നു. വാട്ടർ സയൻസിനായിട്ട് ഡോക്ടർ മനോജിനെ ക്ഷണിക്കുന്നു.
ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. വളരെ ഇൻഫോർമേറ്റീവ് രസകരമായ ക്ലാസ് പ്രഭാഷണമായിരുന്നു അങ്ങയുടെ ഭാഗത്ത് ഉണ്ടായത്. ഇനിയും IFBHന്റെ ഭാഗമാകാൻ പ്രഭാഷണം നടത്താൻ ക്ഷണിക്കുന്നു. ഒപ്പം IFBHന് വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു സർ. നമ്പർ തരാം. നമ്പർ ഒന്ന് പറയാനേ, നോട്ട് ചെയ്യാം. 938888110491. ഒന്നും കൂടെ പറഞ്ഞു തരാമോ? 9388110491. താങ്ക് യു. ഇന്ന് IFBHന്റെ നമസ്കാരം സർ. ഇന്ന് IFBHന്റെ 313-ാം സെമിനാർ മലയാളം സെഷൻ വളരെയധികം ഉപകാരപ്രദമായി എല്ലാവർക്കും വന്നുചേർന്ന എല്ലാവർക്കും നമുക്ക് നാളെ 314-ാമത്തെ സെഷൻ ഇതുപോലെ തന്നെ ഇന്റർനാഷണൽ സെഷന് ശേഷമാണ്. നമുക്ക് നാളെ കാണാം 9:30. നന്ദി, നമസ്കാരം. ഏബൽ Yes, ma'am. Hello. ഏബൽ ഗുഡ് നൈറ്റ്. Yes, ma'am. Good night. Okay. Close ചെയ്തേക്കട്ടെ.